നിലമ്പൂർ മണ്ഡലത്തിൽ കാട്ടാന ആക്രമണം രൂക്ഷമായ പ്രദേശമാണ് മൂത്തേടത്തെ ഉച്ചക്കുളം ഉന്നതി. 5 മാസം മുൻപ് കാട്ടാന ചവിട്ടിക്കൊന്ന സരോജിനിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ പകുതി തുക മാത്രമാണ് ലഭിച്ചത്. ഫെൻസിംഗും ട്രെഞ്ചിങ്ങും ഉറപ്പു നൽകിയെങ്കിലും അതും പൂർത്തിയായിട്ടില്ല. ദുരിതം പേറി ജീവിക്കാൻ തന്നെയാണ് വിധിയെന്ന് ഈ പ്രദേശത്തുകാർ പറയുന്നു. 2025 ജനുവരി മാസം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലുള്ള ഉച്ചക്കുളം ഉന്നതിയിലെ സരോജിനി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാട്ടാന ആക്രമണം ഈ പ്രദേശത്തൊക്കെ ഇപ്പോഴും പതിവായി തന്നെ തുടരുകയാണ്. പറഞ്ഞ് വായ കഴച്ചതല്ലാതെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഉന്നതിയിലെ ജനങ്ങൾ പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് അവർ ഇപ്പോഴും അനുഭവിക്കുന്നത്, വലിയ പ്രയാസങ്ങളാണ്. കാട്ടാനയുടെ വരവ് ഈ സ്ഥലത്തേക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ട്രഞ്ച് ഉണ്ടാക്കി. പക്ഷെ അത് ഒരു തോടിൻ്റെ അത്ര പോലും, അതായത് ഒരു 10 വയസ്സായ കുട്ടിക്ക് വളരെ എളുപ്പം ചാടിക്കടക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ട്രഞ്ച്, അത് ആനയ്ക്ക് നിഷ്പ്രയാസം ചാടിക്കടക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. നമ്മൾ തന്നെ നേരിട്ട് അവിടെ കണ്ട് ബോധ്യപ്പെടുകയൊക്കെ ചെയ്താണ്. ഈ 2025 ജനുവരി മാസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ ഭർത്താവ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അന്ന് നിങ്ങളോട് സർക്കാരൊക്കെ പറഞ്ഞ ഈ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയോ? കിട്ടിയില്ല. 5 ദിവസമില്ല, 5 ആൾക്ക്. ട്രെഞ്ചിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ട്രെഞ്ചിൻ്റെ ഇപ്പോഴും ആന കയ്യിൽ കടക്കാൻ പറ്റും. ഒരു തോടിൻ്റെ അത്രയും വലിപ്പമുള്ള ട്രെഞ്ച്. അതെ. കാട്ടാൻ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴും ഉണ്ടാവില്ലേ? വന്നിട്ടുണ്ട് റോട്ടിൽ കൂടെ ഇപ്പോൾ വരവ്. പിന്നെ ഇതിൽ അംഗൻവാടിൻ്റെ അവിടെ ഇറങ്ങും. പിന്നെ ആന അതിൽ പോകും. ഫലിച്ചിട്ട് എല്ലാവരും ആൾക്കാർ ഒച്ചമ്പളി കൂടുമ്പോൾ പിന്നെ ട്രെഞ്ചിന് ഇറങ്ങിയിട്ട് അതിൽ തന്നെ പോകും അംഗൻവാടിൻ്റെ സൈഡ്. ദിവസമൊക്കെ ഇവിടെ ആന വന്നിരുന്നു അല്ലേ? ദിവസം ഇവിടെ ആന വന്നിരുന്നു. 2-3 ദിവസം വന്നിരുന്നു. ഇവിടെ മാങ്ങ പെറുക്കി തിന്നാൻ വരികയാണ്. അപ്പോൾ ആനനോട് തിന്നാൻ പറ്റില്ല, പോകാനൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആന നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവണതുമല്ല. ആനനോട് നമുക്ക് മല്ലട്ടി പിടിക്കാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഇവിടെ. എന്നാലും ആരും തിരിഞ്ഞു നോക്കലൊന്നുമില്ല. ബോട്ട് നമ്മളൊക്കെ വരും.